മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നാടിനു വേണ്ടിയുള്ള പ്രവൃത്തികൾക്കായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നുവെന്നത് നല്ലതാണെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ MLA. കോട്ടക്കൽ നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നാടിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനം എന്നത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുക എന്നതാണ്. അതിനെല്ലാ കൗൺസിലർമാരും സന്നാഹിതരാണ്. അതിന് യാതൊരു മടിയും കൂടാതെ അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. ആ തരത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഒരുപാടേറെ കാര്യങ്ങൾ ഇനിയും ഇവിടെ നടക്കേണ്ടതുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി ഉള്ള പ്രയാസം എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിക്ക് ഒരു വെള്ളത്തിനുള്ള സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ നിയോജക മണ്ഡലത്തിൽ ഉള്ള ഒരു പദ്ധതി എന്നുള്ള നിലക്ക് കുറ്റിപ്പുറത്തെ ഭാരതപ്പുഴക്ക് കുറുകെയുള്ള കാങ്കക്കടവ് RCB റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി ഏകദേശം 125 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ ഭാഗമായി കുടിവെള്ള പദ്ധതി ഈ മുനിസിപ്പാലിറ്റിയുടെ മറ്റ് 5 പഞ്ചായത്തുകളിലുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയിൽ കൂടി പൂർണ്ണമായി കുടിവെള്ളം എത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കോട്ടക്കൽ നഗരസഭ 2025-26 വർഷത്തെ പദ്ധതി അനുസരിച്ച് 11,15,75,000 രൂപയുടെ വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയത്. വികസന സെമിനാറും ശിശു സൗഹൃദ നഗരസഭയുടെ ചൈൽഡ് ബജറ്റ് പ്രകാശനവും വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷൻ പ്രഖ്യാപനവും ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കാനും ശിശു സൗഹൃദ നഗരസഭയായ കോട്ടക്കലിൽ 2,22,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ രൂപം നൽകിയിരിക്കുന്നത്. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കാനും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കാനും അതുവഴി തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താനും കേരള സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ കോട്ടക്കൽ നഗരസഭ കേരളത്തിൽ ആദ്യമായി ജോബ് സ്റ്റേഷൻ ആരംഭിക്കുന്ന നഗരസഭയായി. കൂടാതെ അതിദാരിദ്ര്യരഹിത നഗരസഭ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻഗണന, കാർഷിക മേഖലയുടെ അഭിവൃദ്ധി, വയോജന സൗഹൃദ നഗരസഭ, SC മേഖലകളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ, പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകുകയും വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബ അൻവർ പദ്ധതി രേഖ അവതരിപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി മാമ്പള്ളി സന്തോഷ്, ഡെപ്യൂട്ടി ചെയർമാൻ ചെരട മുഹമ്മദ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലമ്പാട്ട് റസാഖ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുതുക്കിടി മറിയാമു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT അബ്ദുൽ നാസർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല ടീച്ചർ, കൌൺസിലർമാരായ കബീർ മാസ്റ്റർ, ഗോപിനാഥൻ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ A. ശ്രീധരൻ, കില ഫാക്കൽറ്റി റഹ്മത്തുള്ള, KM റഷീദ്, കോട്ടക്കൽ മുരളി, രാജൻ മാസ്റ്റർ, ഹരിദാസൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.